Hi students, our fourth block വാല്യൂ എഡ്യൂക്കേഷൻ്റെ നാലാമത്തെ ബ്ലോക്കാണ് നെക്സ്റ്റ് എടുക്കുന്നത്. സോഷ്യൽ ഡൈനാമിക് ആൻഡ് വാല്യൂ ഡെവലപ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 1, ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? Socialization is a process of learning to become a member of the society. ഒരു സൊസൈറ്റിയിലെ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെമ്പറാവുന്ന ആ ഒരു പ്രോസസ്സ്, ലേണിംഗ് പ്രോസസ്സിനെ നമുക്ക് സോഷ്യലൈസേഷൻ എന്ന് പറയാം. ടു ബിക്കം എ മെമ്പർ ഓഫ് സൊസൈറ്റി, നമുക്കൊരു സമൂഹത്തിൻ്റെ ഒരു മെമ്പറായിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും നമുക്ക് എന്ത് പറയാം? സോഷ്യലൈസേഷൻ എന്ന് പറയാം. സോ അതിൽ നമുക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എല്ലാം, എഡ്യൂക്കേഷൻ എല്ലാം അതിൽ വരുന്നുണ്ട്, സോഷ്യലൈസേഷൻ. സോ ലേണിംഗ് ടു ബിക്കം എ മെമ്പർ ഓഫ് സൊസൈറ്റി, ഒരു സൊസൈറ്റിയിലെ മെമ്പർ ആവാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്നതാണ് പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പാരൻസ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്, അല്ലേ, നൈബേഴ്സ്, എഡ്യൂക്കേഷണൽ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും സോഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ പ്രോസസ് ബിഗാൻ ഫ്രം ദ ബർത്ത് ഓഫ് ദ ചൈൽഡ് ആൻഡ് എൻഡ്സ് വിത്ത് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ. ഒരാൾ ജനിക്കുമ്പോൾ മുതൽ അയാൾ മരിക്കുന്നവരെ അയാൾ ചെയ്യുന്നൊരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. ദാറ്റ് ഈസ് ഇൻ്ററാക്ടിങ് വിത്ത് അവർ ഫെല്ലോ സൊസൈറ്റി മെമ്പേഴ്സ്. നമ്മുടെ മെമ്പേഴ്സ്, സൊസൈറ്റിയിലെ മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ ചെയ്യുന്നൊരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റാണ്, ഒരു വ്യക്തിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റാണ് സോഷ്യലൈസേഷൻ. ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഈസ്, നമുക്കറിയാം എന്താണ്, നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എങ്ങനെ പെരുമാറണം. സോ നമുക്കറിയാം രണ്ട് രീതിയിൽ നമുക്ക് സോഷ്യലൈസേഷൻ നമുക്ക് പഠിക്കാൻ സാധിക്കും, ബൈ നാച്ചുർ ആൻഡ് ബൈ നർച്ചർ. നാച്ചുർ എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി ചില ടാലൻ്റ് ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് എങ്ങനെ സംസാരിക്കണം എന്നത്. നർച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ വളർത്തിയെടുക്കുന്നതാണ്. അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, നമ്മുടെ ഫാമിലിയിൽ നിന്ന്, നമ്മുടെ പാരൻസൊക്കെയാണ് നമുക്ക് നർച്ചർ ചെയ്യുന്നത്. സോ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പാരൻസ്. അപ്പോൾ അതിന് നർച്ചർ അല്ലെങ്കിൽ ടീച്ചേഴ്സ്, സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് നർച്ചറിങ്. നർച്ചറിങ് എന്ന് പറഞ്ഞാൽ ബ്രോട്ടപ്പ്. ബൈ നാച്ചുർ മീൻസ് ബൈ ബർത്ത്. സോ നമുക്ക് നാച്ചുറലി ചില ടാലൻ്റ് ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നർച്ചറും ആയിട്ടുണ്ടായിരിക്കും. സോ ഇതിൽ ഏതാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ചേർന്നതാണ്. സോ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് നാച്ചർ ആൻഡ് നർച്ചർ എന്ന് പറയാം. ഓക്കെ, ടീച്ചേഴ്സ്, അതേപോലെ നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ പാരൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരെല്ലാം നമ്മളെ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. Some of the values, beliefs and norms that we learn for becoming a member of the society are appreciated, while some are not appreciated. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചില വാല്യൂസ്, നമ്മുടെ വിശ്വാസങ്ങൾ, നോംസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു മെമ്പറായിട്ടിരിക്കാൻ, സൊസൈറ്റിയിൽ ഒരു മെമ്പറായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഇങ്ങനത്തെ പല വാല്യൂസും കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അതായത് നല്ലത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ദർ ആർ സംതിങ് വിച്ച് ആർ നോട്ട് അപ്രീഷിയേറ്റഡ്. അതായത് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സോ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യുന്ന ട്രെയ്റ്റ്സ്, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റം, എല്ലാ പെരുമാറ്റവും എന്താവണമെന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ചില കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാം, ചില കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടാം. ഓക്കെ, there are written rules of bringing up a child. There are no written rules, a child learn by imitation. A good person can become a bad person and vice versa. So
നമുക്കൊരു കുട്ടീനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് റൂൾസും കാര്യങ്ങളൊന്നുമില്ല. ആ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്? ഇമിറ്റേഷനിലൂടെയാണ്. അപ്പോൾ നമ്മളെ കുട്ടി ജനിക്കുന്ന വീട്, ആ വീട്ടിലുള്ള മറ്റുള്ളവരെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അതിൽ തന്നെയാണ് ആ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു വ്യക്തി നമ്മൾ മറ്റൊരാളായിട്ട് കണ്ടുപഠിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ബാഡാവാം. ഒരു ബാഡായ വ്യക്തി ചിലപ്പം നല്ലൊരാളുടെ കാണുമ്പോൾ നല്ലതായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. സോ ഇമിറ്റേഷനാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോഷ്യലൈസേഷനാണ്. സോഷ്യലൈസേഷൻ പല തരത്തിലുണ്ട്. ജസ്റ്റ് പോയിൻ്റ് നോട്ട് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയൊക്കെ തരത്തിൽ സോഷ്യലൈസേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ട്രെയ്റ്റ്സിനനുസരിച്ചിട്ടാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദ ട്രെയ്റ്റ്സ് മീൻസ് നമ്മുടെ സ്വഭാവം, സ്വഭാവ ഗുണങ്ങൾ. സോ ദാറ്റ് ആർ റിഫ്ലക്റ്റഡ് ത്രൂ അവർ ബിഹേവിയർ. ഈ ട്രെയ്റ്റ്സ് നമ്മൾ എങ്ങനെ അറിയാം? നമ്മുടെ പെരുമാറ്റത്തു നിന്നാണ് നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്കറിയാൻ പറ്റും. ഗുണങ്ങൾ we can say that socialization has many forms. നമുക്ക് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. വാല്യൂ ലോഡഡ് സോഷ്യലൈസേഷൻ, നമ്മൾ കൂടുതൽ വാല്യൂസ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനെ സോഷ്യലൈസേഷൻ, വാല്യൂസ് കൂടുതൽ വരുന്നത്. സോഷ്യലൈസേഷൻ വിത്ത് വാല്യൂസ് ഉണ്ട് സോഷ്യലൈസേഷൻ. അത് വാല്യൂസിലൂടെ കൂടുതൽ വാല്യൂസ് വരുന്ന, നമ്മൾ കൂടുതലായിട്ട് വാല്യൂ എൻറിച്ച്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. സോഷ്യലൈസേഷൻ വിത്ത് വാല്യൂസ് ഉണ്ട്. വാല്യൂ ലെസ് സോഷ്യലൈസേഷൻ, അതേപോലെ തന്നെ സോഷ്യലൈസേഷൻ വിത്തൗട്ട് വാല്യൂസ്. അപ്പോൾ ഫോംസ് ഓഫ് സോഷ്യലൈസേഷൻ നമുക്ക് പറയാം. വാല്യൂ ലോഡഡ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂസിലോട് കൂടിയിട്ടുള്ള സോഷ്യലൈസേഷൻ. വാല്യൂ ലെസ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ വിത്തൗട്ട് വാല്യൂസ്. പ്ലാൻഡ് സോഷ്യലൈസേഷൻ വരുന്നുണ്ട്, അൺപ്ലാൻഡ് സോഷ്യലൈസേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കോൺഷ്യസ് സോഷ്യലൈസേഷൻ, അൺകോൺഷ്യസ് സോഷ്യലൈസേഷൻ. സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ നമ്മൾ സംസാരിക്കും അല്ലേ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇൻറ്റൻഷനലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സോഷ്യലൈസേഷൻ ചെയ്യാറുണ്ട്. മറ്റു നമ്മൾ നാച്ചുറലി സോഷ്യലൈസേഷൻ ചെയ്യാറുണ്ട്. വാല്യൂ പ്ലസ് സോഷ്യലൈസേഷൻ, വാല്യൂ മൈനസ് സോഷ്യലൈസേഷൻ എല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ വേരിയേഷൻസ് വരുന്നു എന്ന് മാത്രം. പോസിറ്റീവ് സോഷ്യലൈസേഷൻ, നെഗറ്റീവ് സോഷ്യലൈസേഷൻ, ഗുഡ് സോഷ്യലൈസേഷൻ, ബാഡ് സോഷ്യലൈസേഷൻ. അങ്ങനെ സോഷ്യലൈസേഷൻ തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ മറ്റൊരാളുമായിട്ട്, നമ്മുടെ സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പർപ്പസ് പറയുന്നത് പല രീതിയിലാവാം. വാല്യൂ ലോഡഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഗുരു, സ്പിരിച്വൽ ലീഡറൊക്കെ സംസാരിക്കുന്നത് കൂടുതലായിട്ട് വാല്യൂ ആഡഡ് ആയിട്ടുള്ള സോഷ്യലൈസേഷൻ ആയിരിക്കാം. ചിലത് വാല്യൂ ലെസ് ആയിരിക്കാം. നമ്മൾ നോർമലായിട്ടുള്ള നമ്മുടെ പിയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് പിയേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വാല്യൂസ് കൂടുതൽ വരാൻ സാധ്യതയില്ല. പ്ലാൻഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പ്ലാൻഡ് സോഷ്യലൈസേഷൻ, ഫോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇൻഫോർമലായിട്ട് വരുന്നത് അൺപ്ലാൻഡ്, നാച്ചുറലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ കോൺഷ്യസ് സോഷ്യലൈസേഷൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുണ്ട് അല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ദെൻ അറിയാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ഇതെല്ലാമാണ് സോഷ്യലൈസേഷൻ വരുന്നത്. ഗുഡ് ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ദെൻ വാല്യൂ ഡിസൈഡ് ഫോർ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന് വേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? നമ്മൾ വാല്യൂസിനെ കുറിച്ചൊക്കെ മുന്നേ പഠിച്ചു തന്നെയാണ്. അപ്പോൾ ഒരുപാട് വാല്യൂസ് ഉണ്ട്, ട്രെയ്റ്റ്സ് ഉണ്ട്. നമ്മൾ ട്രെയ്റ്റ്സ് എന്ന് പറയാം. വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിനെ ട്രെയ്റ്റ്സ് എന്ന് പറയപ്പെടാം. ദ ട്രെയ്റ്റ്സ് ബോത്ത് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ഗുണഗണങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന, നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സിൽ വരുന്നതാണ്. അതിൽ ഫസ്റ്റ് പോസിറ്റീവ് റൈറ്റ്സ് ലെഫ്റ്റ്, നെഗറ്റീവ് റൈറ്റ്. ആക്സെപ്റ്റ് അതോറിറ്റി, ലോയൽ, ഡിവോട്ടഡ്. അതായത് നമ്മുടെ സ്വഭാവം നമ്മൾ മറ്റുള്ളവരെ അനുസരിക്കുന്നു, അതേപോലെ തന്നെ ലോയൽറ്റി ഉണ്ടായിരിക്കും, നമ്മൾ ഡിവോട്ടഡ് ആയിരിക്കും. അതുതന്നെ കൂടുതലായിട്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ട് അല്ലേ, ഡിവോഷൻ, സമർപ്പണം, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സോഷ്യലൈസേഷൻ. സോ റെബലിയസ് എന്ന് പറഞ്ഞാൽ എതിർത്തുകൊണ്ടുള്ള ഒരു സ്വഭാവം. നമ്മുടെ സ്വഭാവ ഗുണങ്ങളാണ് പറയുന്നത്. സോ വാല്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ആബ്സെൻറ്റ് വാട്ട്സ് ഗിവൺസ്, നമുക്ക് എന്താണോ ലഭിച്ചത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. മറ്റത് ഇഗ്നോർ ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന വരുന്നുണ്ട് സ്വഭാവങ്ങൾ. ചില ആൾക്കാർ ഡിസ്റ്റൻറ്റ്, കോൾഡ്, ചിലർ അഫെക്ഷനേറ്റ് ആയിരിക്കും. ചില ആൾക്കാർ എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന സ്വഭാവം. ചില ആൾക്കാർ കോൾഡ്, അലോഫ്, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കാം. കുറച്ച് ഗ്യാപ്പ്
ഇടുന്ന ആൾക്കാരായിരിക്കാം. കാൻഡിഡ്, മറ്റേത് ക്ലോസ്ഡ്. ചില ആൾക്കാർ നല്ല ഇതേപോലെ ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരിക്കും, ചിലർ ക്ലോസ്ഡ് ബിഹേവിയർ ആയിരിക്കും. കെയറിങ് ആയിരിക്കും, അൺകെയറിങ് ആയിരിക്കും. ഇതേപോലെ ചിലർ ചേഞ്ച്, അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കും, ചിലർ റിജക്റ്റ് ചേഞ്ച്. ചിലർ വളരെ ചിയർഫുൾ ആയിരിക്കും, ചിലർ ഗ്ലൂമി ആയിരിക്കാം, ദുഃഖം, ഗ്രംസി. ദെൻ കൺസിഡറേറ്റ് ഓർ തോട്ട്ഫുൾ ആയിരിക്കും ചില ആൾക്കാർ, എല്ലാം നല്ല ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ. ചിലത് അങ്ങനെയൊന്നുമില്ല, ചിന്തയേ ഇല്ലാത്ത ആൾക്കാർ. ദെൻ കോപ്പറേറ്റീവ് ആയിരിക്കും, മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റീവ് ആയിരിക്കും. ചില ആൾക്കാർ അങ്ങനെയല്ല, അൺഹെൽപ്ഫുൾ, അൺകോപ്പറേറ്റീവ് ആയിരിക്കും. കറേജിയസ് ആയിരിക്കും, നല്ല ധൈര്യമുള്ള സ്വഭാവം. ചിലത് കവേർഡ്, ഫിയർഫുൾ, ഭീരുവായിരിക്കും. സോ കോർട്ടിയസ് ആയിരിക്കും, മറ്റുള്ളവരോട് കുറച്ച് സഹതാപമൊക്കെ ഉള്ള ആൾക്കാർ. മറ്റേത് റൂഡ്, മറ്റേത് കുറച്ച് പൊളൈറ്റ്, അതായത് സംസാരിക്കുന്നതിലൊക്കെ നല്ലൊരു ഇതിലാണ് കോർട്ടിയസ് എന്ന് പറയുന്നത്. മറ്റേത് ഇംപൊളൈറ്റ്, റൂഡ്. ഡിസൈസീവ്, ഇൻഡിസൈസീവ്, നമ്മൾ നല്ല തീരുമാനങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്ന ആ രീതിയിലുള്ള സ്വഭാവം. മറ്റേത് അങ്ങനെയൊന്നുമില്ല. ഡിവോട്ടഡ്, ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ആൾക്കാർ. മറ്റേത് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാർ. ഡിറ്റർമിൻഡ്, നമ്മളെല്ലാം ഇവരുടെ നിശ്ചയത്തോടു കൂടി കാര്യങ്ങൾ കോൺഫിഡൻസോടുകൂടി ചെയ്യുന്നത്. മറ്റേത് അങ്ങനെ അൺഷുവർ അല്ല, അവർക്കൊരു അൺഷുവറാണ്, ഒന്നും ഉറപ്പില്ലാതുള്ള ഒരു സംസാരം. ഡസ് വാട്ട് ഈസ് നെസസറി ഓർ റൈറ്റ്, എല്ലാം എന്താണ് ശരി അത് ചെയ്യുന്നു. മറ്റേത് എന്താണ് നമുക്ക് സൗകര്യം അതിനനുസരിച്ച് ചെയ്യുക, അങ്ങനത്തെ സ്വഭാവം. മറ്റേത് പ്രിസർവൻസ്, എൻഷുറൻസ്, നമ്മളെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്ന സ്വഭാവം. മറ്റേതെല്ലാം ഉപേക്ഷിക്കുന്നൊരു സ്വഭാവം. എൻതൂസിയാസ്റ്റിക്, വളരെ എനർജറ്റിക് ആയിരിക്കും. ഇത് അൺഎൻതൂസിയാസ്റ്റിക്. എക്സ്പാൻസീവ്, ദെൻ കെപ്റ്റ് ബാക്ക്, ടൈറ്റ്, കൺസ്ട്രക്റ്റിംഗ്. കുറച്ചുകൂടി എക്സ്പാൻസീവ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിരിക്കും ചില ആൾക്കാർ, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. മറ്റേത് അങ്ങനെയല്ല, എല്ലാത്തിനും കെപ്റ്റ് ബാക്ക്. ഫെയ്ത്ത് ഇൻ ലൈഫ്, ജീവിതത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ. മറ്റേത് അങ്ങനെയല്ല, അത് വിശ്വാസമില്ലാത്തവർ. സ്വന്തം ആത്മവിശ്വാസമുള്ളവർ, ആത്മവിശ്വാസമില്ലാത്തവർ സ്വഭാവം. മറ്റുള്ളവരിൽ വിശ്വാസമുള്ളവർ, മറ്റുള്ളവരിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാർ. ഫ്ലെക്സിബിൾ, ഇൻഫ്ലെക്സിബിൾ. ഫോർഗീവിങ്, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാനൊക്കെ ഉള്ള ഒരു കഴിവുള്ള ആൾക്കാർ. മറ്റേത് അതല്ല, അൺഫോർഗീവിങ്. ദെൻ ഫോക്കസ്ഡ്, അല്ല നമ്മൾ ലൈഫിലൊരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുന്ന ആൾക്കാർ. അൺഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അടുത്തത് നെക്സ്റ്റ് കാറ്റഗറി. അടുത്ത് ഫ്രീഡം ഗിവൺ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. ചില ആൾക്കാരല്ല, അങ്ങനെയല്ല, നമുക്ക് ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കില്ല. അതോറിറ്റേറിയൻ, അതേഴ്സ്, കൺട്രോളിങ് പവർ, അങ്ങനെയുള്ളൊരു സ്വഭാവമായിരിക്കും. ഫ്രണ്ട്ലി, അൺഫ്രണ്ട്ലി. ദെൻ ത്രിഫ്റ്റി, വേസ്റ്റ്ഫുൾ. ചിലർ നന്നായിട്ട് സേവിങ്സ് ഹാബിറ്റൊക്കെ ഉള്ള സ്വഭാവമായിരിക്കും. മറ്റത് എന്താണ്, മിസറി, പിശുക്കന്മാരായിരിക്കും. ഗുഡ് വിൽ, ഇൽ വിൽ. ചിലർക്ക് നല്ല പ്രശസ്തി കാര്യങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. മറ്റത് അതൊന്നും ഇല്ല, നല്ല മോശം ക്യാരക്ടർ. നല്ല സ്വഭാവം തന്നെ ഗുഡ് വിൽ ഉണ്ടായിരിക്കും, ആളെക്കുറിച്ച് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. മറ്റത് അതുണ്ടാവില്ല. പിന്നെ ഗ്രേറ്റ്ഫുൾ, അൺഗ്രേറ്റ്ഫുൾ. നല്ല എന്താ പറയുക, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നന്ദിയൊക്കെ ഉള്ളൊരു സ്വഭാവം. മറ്റത് അതുണ്ടാവില്ല. ഹാർഡ് വർക്കിംഗ്, ലേസി. ഓണസ്റ്റ്, ഡിസോണസ്റ്റ്. ഹംബിൾ, നല്ല വിനയം. മറ്റത് അറഗൻറ്റ്. ഇൻട്രസ്റ്റഡ്, എല്ലാത്തിനും താല്പര്യമുള്ള ആൾ. മറ്റത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, അൺകെയറിങ്. ഇൻവോൾവ്, എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിട്ടുള്ളത്. മറ്റത് ഇൻഡിഫറൻറ്റ്. ജെലസ്, മറ്റത് ജെലസ് നോട്ട്, ജെലസ്, അസൂയ ഇല്ലാത്തൊരു സ്വഭാവം. മറ്റത് അസൂയ ഉള്ള സ്വഭാവം. കൈൻഡ്, അൺകൈൻഡ്. മെച്യൂർ, ഇമ്മെച്യൂർ. മെച്യൂർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിലും എന്താ ഒരു മെച്യൂരിറ്റി ഉള്ളത്. ഇത് അതില്ല. മോഡസ്റ്റ്, വെയിൻ. എല്ലാറ്റിനും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള നല്ല സ്യൂട്ടബിളായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്. മറ്റത് അതൊന്നുമില്ല. ഓപ്പൺ മൈൻഡഡ്, മറ്റത് ക്ലോസ് മൈൻഡഡ്. ഓപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്. ശുഭാപ്തി വിശ്വാസമല്ല, ഓപ്റ്റിമിസ്റ്റിക്. അതില്ലാത്തവർ. പെർഫെക്റ്റ്, മറ്റത് എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ കാണിക്കുന്ന ആൾക്കാർ. മറ്റത് ഇംപെർഫെക്റ്റ് ആയിരിക്കും എല്ലായ്പ്പോഴും. പെർസിസ്റ്റൻ്റ്, എല്ലായിട്ടും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. മറ്റത് അൺസ്റ്റെബിലിറ്റി ആയിരിക്കും. പോസിറ്റീവ്, നെഗറ്റീവ്. പ്രാക്ടിക്കൽ, ഇംപ്രാക്ടിക്കൽ. പങ്ക്ച്വലായിട്ട്, ഇപ്പോഴും പങ്ക്ച്വൽ ആവുന്ന ആൾക്കാരാണ്. മറ്റത് ലേറ്റ് ആയിരിക്കും. റിയലിസ്റ്റിക് ആയിരിക്കും. മറ്റത് ഇംപ്രാക്ടിക്കലായിരിക്കും. ചിലർ യഥാർത്ഥബോധം, റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും. മറ്റത് ഇംപ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുക എപ്പോഴും. റിലയബിൾ, വിശ്വസനീയമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. മറ്റത് അൺറിയലബിൾ ആയിരിക്കും. റെസ്പെക്റ്റ്ഫുൾ, ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ് ചില ആൾക്കാർ. റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, ഏറ്റെടുക്കുന്ന ആൾക്കാർ. മറ്റത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ. പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവും. മറ്റത് അൺറിലയബിൾ ആയിട്ടുള്ള ആൾക്കാർ. ദെൻ റെസ്പോൺസീവ്, എല്ലാറ്റിനോടും നമ്മൾ പ്രതികരണശേഷിയുള്ളത്. മറ്റത് അതില്ലാത്തവർ. സെൽഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം ഇല്ലാത്തത്. സെൽഫ് ഡയറക്റ്റഡ്,
നമ്മളുടെ സ്വന്തം നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അതാണ് സെൽഫ് ഡയറക്റ്റഡ്. നമുക്ക് തന്നെ ഒരു ദിശാബോധം ഉണ്ടായിരിക്കും. മറ്റേത് അതല്ല, മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആൾക്കാർ. സെൽഫ് ഡിസിപ്ലിൻഡ്, നമുക്ക് സ്വയം ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. മറ്റേത് അൺഡിസിപ്ലിൻഡ് ആണ്. സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും. അതായത് എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെ അതല്ലേ സെൽഫ് എസ്റ്റീം, ഹൈ സെൽഫ് എസ്റ്റീം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. മറ്റേത് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അഭിമാനം എന്നൊക്കെ പറയാം. സെൽഫ് ഗിവിങ്, സെൽഫ് സെൻറ്റേർഡ്. മറ്റേത് ചില ആൾക്കാർ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാണ്. മറ്റേത് സെൽഫ് സെൻറ്റേർഡ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആൾക്കാർ. മറ്റേത് സെൽഫ് റിലയൻറ്റ്, ഡിപ്പെൻഡൻറ്റ്. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ആൾക്കാരാണ് സെൽഫ് റിലയൻറ്റ് എന്ന് പറയുന്നത്. മറ്റൊരാളെ ആശ്രയിക്കാത്ത ആൾക്കാർ. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. സെൽഫ്ലെസ്, സെൽഫിഷ്. നമ്മൾ സെൽഫ്ലെസ് ആയിട്ടുള്ള സ്വഭാവം. ഇത് സെൽഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത്. സെൻസിറ്റീവ് ആയിരിക്കും ചില ആൾക്കാർ, പെട്ടെന്ന് സങ്കടം വിഷമമൊക്കെ വരും. മറ്റത് ഇൻസെൻസിറ്റീവ് ആയിരിക്കും. സീരിയസ് ആയിരിക്കും ചിലർ, സില്ലി ആയിരിക്കും. അതേപോലെ മറ്റുള്ളവർ സിൻസിയർ, ആത്മാർത്ഥത ഉണ്ടാവും, ആത്മാർത്ഥത ഉണ്ടാവില്ല. സോഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കും. സമൂഹത്തിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻസ്. പക്ഷേ മറ്റത് അങ്ങനെയല്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത സോഷ്യൽ അപ്രൂവൽ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർ. അവർ മറ്റുള്ളവർ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടാവും, മറ്റു എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ സിമ്പത്തറ്റിക്, അൺസിമ്പത്തറ്റിക്. സിമ്പതി അല്ലെ, മറ്റുള്ളവരോടൊക്കെ സിമ്പതി ഉള്ളവർ, അതില്ലാത്തവർ. സിസ്റ്റമാറ്റിക് ആയിട്ടെല്ലാം ചെയ്യുന്ന ആൾക്കാർ. മറ്റത് അൺസിസ്റ്റമാറ്റിക് ആണ്. മറ്റുള്ളവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടി കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ. മറ്റത് സ്വന്തം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ. ദെൻ തോട്ട്ഫുൾ ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവർ. മറ്റത് തോട്ട്ലെസ് ആണ്. ട്രസ്റ്റിംഗ്, വിശ്വസിക്കുന്നവർ. എല്ലാവരും വിശ്വാസമുള്ളവർ. ട്രസ്റ്റിംഗ്. മറ്റത് സസ്പീഷ്യസ് ആണ്, ആരെയും വിശ്വാസമില്ല, സംശയം. അൺപ്രിറ്റീനിയസ്, പ്രിറ്റീനിയസ്. അൺസെൽഫിഷ്, സെൽഫിഷ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കുറച്ചൊക്കെ. വില്ലിങ്നെസ്, എന്ത് ചെയ്യാനും ഒരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കും. സന്നദ്ധത, മറ്റത് അതുണ്ടാവില്ല. വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. മറ്റത് അങ്ങനെയല്ല. കൺവീനിയൻസ് ഫസ്റ്റാണ്, നമ്മുടെ സൗകര്യം മാത്രം നോക്കും. ഇങ്ങനെ നമുക്ക് കുറേ ട്രെയ്റ്റ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചില ട്രെയ്റ്റ്സ് അൺഡിസൈറബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത അൺഡിസൈറബിൾ ട്രെയ്റ്റ്സ് ആർ ദോസ് ട്രെയ്റ്റ്സ് വിച്ച് ആർ നോട്ട് ലൈക്ഡ്. ആർക്കും ഇഷ്ടമല്ലാത്ത ട്രെയ്റ്റ്സിന് അല്ലെങ്കിൽ ഗുണങ്ങളെ നമുക്ക്, സ്വഭാവത്തിനെ നമുക്ക് അൺഡിസൈറബിൾ ട്രെയ്റ്റ്സ് എന്ന് പറയാം. certain things, ചില ആൾക്കാർ when one feels reluctant to do certain things that are necessary or show hostility towards certain individuals, then such type of attitude is called negative. അതായത് ഒരാൾക്ക് തോന്നുകയാണ് എന്താണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുക, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ മടി, അതേപോലെ മറ്റുള്ളവരോട് ശത്രുത കാണിക്കുക, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിനെ നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അങ്ങനെ അൺഡിസൈറബിൾ ട്രെയ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കുറേ ട്രെയ്റ്റ്സുകളുണ്ട്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ. ഇപ്പോൾ സോഷ്യലൈസേഷന് നമുക്ക് ഒരുപാട് എന്താ പറയുക ഏജൻറ്റ്സ്, ഒരുപാട് ആൾക്കാർ നമ്മുടെ സോഷ്യലൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്, ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷനാണ്.